ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് പാലക്കാടിൻ്റെ തേങ്ങ വറുത്തരച്ചിട്ടുള്ള സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു സാമ്പാർ മാത്രം മതി കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. പല യൂട്യൂബ്സിലും ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ട് ഇട്ടിട്ടുണ്ടാവാം. പക്ഷെ നമ്മുടെ ചാനലിൽ ഇതുവരെ ഞാൻ ഇത് ചെയ്തിട്ടില്ല. എന്നാലും മിക്കവാറും ഞാൻ വീട്ടിൽ ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ സാമ്പാർ റെഡിയാക്കാറുണ്ട്. മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമ്മുടെ ചാനലിൽ ഇതുവരെ ഞാൻ ഇട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇടാമെന്ന് വിചാരിച്ചത് കേട്ടോ. എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ടെങ്കിലും കൂടി ഇൻഗ്രീഡിയൻസിൻ്റെ മാറ്റങ്ങൾ കൊണ്ട് കുറച്ച് ടേസ്റ്റിനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാറുണ്ടല്ലേ. അപ്പം നമ്മൾക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പരിപ്പ് ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തു. അതിൻ്റെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല, കാരണം അത് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചട്ടിയിൽ തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ, കാരണം നമ്മൾ പുളിയൊക്കെ ഒഴിക്കണതല്ലേ. പരിപ്പ് വെന്തതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്ത വെജിറ്റബിൾസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കാമല്ലോ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ വഴുതിരിങ്ങയും കൂടെ എക്സ്ട്രാ ചേർക്കാം. പിന്നെ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. വെണ്ടയ്ക്കയും കൂടെ നമുക്ക് ഇതിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. സാധാരണ വെണ്ടയ്ക്കയുടെ ആ ഒരു പശ പോകാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് അതിനെ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ തുറന്ന് വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്കയുടെ പശ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പിന്നെ വഴറ്റേണ്ട ആവശ്യമില്ല. 1 ഗ്ലാസ് തൊട്ട് ഒരു 1.5 ഗ്ലാസ് വരെ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ ഒരുപാട് വെന്തുടയരുത് കേട്ടോ. ഈ സമയത്ത് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കാം. അതൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് മൂടി വയ്ക്കാം. തിളച്ച് കഴിഞ്ഞാൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തുറന്ന് വെച്ചിട്ട് വേവിക്കാം. കഷ്ണങ്ങൾ വെന്ത് വന്നോട്ടെ. കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ഇത്രയും വലിപ്പമുള്ളൊരു കായം, അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കായത്തിൻ്റെ പൊടി എടുക്കരുത് കേട്ടോ, കായം തന്നെ എടുക്കണം. ഇതുപോലെ കട്ടക്കായം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ള മുളക് ചേർത്ത് കൊടുക്കുക. എരിവുള്ള മുളകാണെങ്കിൽ ഇത്രയും ചേർക്കണ്ട കേട്ടോ. നമ്മളിപ്പോൾ ഏത് കറി റെഡിയാക്കുകയാണെങ്കിലും സ്പൈസസ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്പൈസസ് എടുക്കാൻ നോക്കുക കേട്ടോ. എന്നാലേ ആ കറികൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് വരുള്ളൂ. നമ്മളിനി ചേർക്കുന്നത് മല്ലിയാണ്. പൊടി ചേർക്കരുത് കേട്ടോ. അപ്പം എണ്ണ പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഈ മുളക് ഇവിടെ നിന്ന് മാറ്റി കൊടുക്കാം, കാരണം അതവിടെ ഇരിക്കും തോറും കരിഞ്ഞു കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റേ മാറിക്കിട്ടും. അപ്പോൾ ഒരു ഇൻഗ്രീഡിയൻസും കരിയാതെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. നമുക്കിനി കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരും. ഈ സമയത്ത് കുറച്ച് ഉലുവ കൂടെ ചേർക്കാനുണ്ട്. അത് കുറച്ച് ചേർത്താൽ മതി. ഇത് കേട്ടോ, ഉലുവ ചേർത്തു. അത് ഞാൻ വീഡിയോ എടുക്കാൻ സ്കിപ്പായിപ്പോയി, വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇതിപ്പോൾ ഉലുവയാണ്. അതും കൂടെ ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി ഒന്ന് മുരിഞ്ഞ് വന്നോട്ടെ. ഇത് തേങ്ങ ചിരവിയതാണ്. മിക്സിയിൽ ചെറിയ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തേങ്ങ ഫ്രൈ ആയിട്ടും കിട്ടും. പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ പീസസ്, ഇപ്പോൾ തേങ്ങ നമ്മൾ ചിരവുമ്പോൾ വല്ല പീസസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷായിട്ട് വരുമ്പോൾ എല്ലാവിടെയും ഒരേപോലെ നന്നായിട്ട് തേങ്ങ നന്നായി ഫ്രൈ ആയിട്ട് വരും. ആവശ്യത്തിനുള്ള കറിവേപ്പില അതും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മൊരിച്ചിട്ടെടുക്കാം. തേങ്ങ ഫ്രൈ ആക്കുമ്പോൾ നന്നായിട്ട് നല്ല ബ്രൗണിഷ് കളർ ആവുന്നത് വരെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. എന്നാലേ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ വരുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മളിപ്പോൾ നേരത്തെ കായും ഇതെല്ലാം അതുപോലെ മുളകൊക്കെ മാറ്റി വെച്ചല്ലോ ഫ്രൈ ചെയ്തിട്ട്, അതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയിൽ ചെറിയ ജാറിൽ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. ഈ സമയത്ത് തന്നെ നമ്മുടെ അത് ഉണ്ടാവും, കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും അധികം ഉടയാതെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വാളംപുളിയാണ് ചേർക്കുന്നത്. അത് ഇതുപോലെ നമുക്ക് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ വെള്ളം മാത്രമല്ലേ വീഴുള്ളൂ, ബാക്കി പുളിയൊന്നും പെടില്ലല്ലോ. പുളി എടുക്കുമ്പോൾ ഒരുപാടൊന്നും എടുക്കണ്ട കേട്ടോ. ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി എടുക്കുക. എന്നിട്ട് അത് ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരും. കുതിർന്ന് വന്നു കഴിഞ്ഞാൽ കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അരിപ്പിയിൽ ഇതുപോലെ അരിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് ഒരുപാടൊന്നും തിളപ്പിക്കേണ്ട, ഒരു മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷമാണ് നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള കൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരച്ച് വെച്ച കൂട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചാറ് എത്ര ഇതിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളത് നോക്കിയിട്ട് നിങ്ങളുടെ കഷ്ണങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ചൂടാറി കഴിയുമ്പോഴേ ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും, കാരണം മൺചട്ടിയിലും കൂടി ഇട്ടാകുമ്പോൾ
ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ കുറച്ച് തിക്കായിട്ട് വരും. ഇപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് പോരായിരുന്നു, അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. പിന്നെ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് കടുക് വറുക്കാനേ ഉള്ളൂ. കടുകും അതുപോലെ തന്നെ വറ്റൽമുളകും അതുപോലെ കുറച്ച് കൂടുതൽ കറിവേപ്പില ഇരുന്നോട്ടെ. കറിവേപ്പില എത്ര ഇടുന്നതും നല്ല ടേസ്റ്റാണല്ലോ. അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഗ്യാസ് ഓൾറെഡി ഓഫാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ കറി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ചിട്ടുള്ള സാമ്പാറിനെ അത് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു ദിവസങ്ങളിൽ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ. നല്ല സാമ്പാറാണ്. പുതിയ നല്ല വീഡിയോസായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.